കൊല്ലം നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ നടത്താൻ കോസ്റ്റൽ ഗാർഡിന്റെ വിമാനമെത്തി. അമൃതാനന്ദമയി മഠത്തിൽ തയ്യാറാക്കിയ ഹെലിപാഡിലാണ് വിമാനം ഇറങ്ങിയത്. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, വിമാനം എപ്പോഴാണ് തിരച്ചിലിന് വേണ്ടി പുറപ്പെടുക? അതായത് മധു, അല്പസമയം മുമ്പാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 2 ഹെലികോപ്റ്ററുകൾ ഗൗതം കൃഷ്ണയുടെ തിരച്ചിലിന് വേണ്ടി കൊല്ലത്തെത്തിയത്. അമൃതാനന്ദമയി മഠത്തിൽ തയ്യാറാക്കിയ ഹെലിപാഡിലാണ് ഈ 2 ഹെലികോപ്റ്ററുകൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ഒരു ഹെലികോപ്റ്റർ നിലവിൽ ഒരു പരീക്ഷണ പറക്കലിന് അല്ലെങ്കിൽ റൂട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നീണ്ടകര ഭാഗത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ ഹെലികോപ്റ്റർ തിരികെ എത്തിയതിനു ശേഷം രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഈ തിരച്ചിലിന് വേണ്ടി പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സുരേഷ് ഗോപി ഉൾപ്പെടെ ഇടപെട്ടതിന്റെ ഭാഗമായാണ് വീണ്ടും കോസ്റ്റൽ ഗാർഡിന് ഈ സ്ഥലത്ത് കൊല്ലം ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്തൊരു നിരീക്ഷണം നടത്തുന്നതിനും പരിശോധന നടത്തുന്നതിനുള്ള ഒരു സ്ഥിരം സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ കോസ്റ്റൽ ഗാർഡ് നീണ്ടകര സമുദ്രമേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അമൃതാനന്ദമയി മഠത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡ് കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഒരു പരിശോധന ഉണ്ടാവുക. ആശ്രമം മൈതാനത്ത് ഈ ഹെലികോപ്റ്ററുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അല്പസമയം മുമ്പാണ് അമൃതാനന്ദമയി മഠത്തിലെ ഹെലിപാഡിലേക്ക് ഈ ഹെലികോപ്റ്ററുകൾ വന്ന് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്ന് 13 ദിവസം പിന്നിട്ടു ഗൗതം കൃഷ്ണയെ കാണാതായിട്ട്. പക്ഷേ ഇതുവരെ കണ്ടെത്താനായില്ല. നേവി ഉൾപ്പെടെ ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. ഇന്നത്തെ പരിശോധനയിൽ എന്തായാലും ഈ പാറക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നേവിയുടെ ഹെലികോപ്റ്റർ വെച്ച് തിരച്ചിൽ നടത്താനാണ് ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത്. മാധു, ശരി, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. 13ാമത്തെ ദിവസം ഇപ്പോൾ ഹെലികോപ്റ്ററുകളടക്കം പരിശോധന നടത്തുകയാണ്. നീണ്ടകരയിൽ ഗൗതമിനെ കാണാതായ ഇടങ്ങളിൽ പരിശോധന നടത്താനാണ് ഹെലികോപ്റ്ററുകൾ എത്തിയിരിക്കുന്നത്.